ഇന്ത്യ എവിടെയെങ്കിലും ഇപ്പോൾ ബ്രഹ്മോസിന്റെ പരീക്ഷണം നടത്തുന്നു, അല്ലെങ്കിൽ മറ്റ് മിസൈൽ പരീക്ഷണം നടത്തുന്നു, ആ സമയത്ത് ചൈനയുടെ ഈ പര്യവേഷണ കപ്പലുകൾ വരും. എന്നിട്ട് പറയും ഞങ്ങൾ കടൽ പര്യവേഷണം നടത്തുകയാണ്, ഞങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ വന്ന. സത്യത്തിൽ അത് ചാര ഉപഗ്രഹങ്ങളും അല്ലെ ചാര കപ്പലുകളാണ്. ഇന്ത്യയുടെ നീക്കങ്ങൾ, ഇന്ത്യയുടെ പരീക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റാം. അതുകൊണ്ട് ഇന്ത്യക്ക് ഈ നീക്കം അറിയാം. ഇവിടെ ഷീ ജിൻപിങ് ചിന്തിക്കുന്നത് ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, അതായത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ദിബ്രുഗഡ് ജില്ലയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അസമില് നരേന്ദ്രമോദി വന്ന് ഒരു യാത്രാ വിമാനത്തിൽ റോഡിൽ ഇറങ്ങുകയാണ്. ദേശീയപാതയിൽ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് സുഖോയ് വിമാനവും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം ഫ്രാൻസുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വിമാനം, അപ്പൊ റഫേൽ വിമാനം, ഇതെല്ലാം അവിടെ നിന്ന് പറന്നു മുങ്ങി. ഇത് കൃത്യമായി പറഞ്ഞാൽ ചൈനയുടെ അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെ. അതായത് ഏതെങ്കിലും തരത്തിലൊരു സംഘർഷം ഉണ്ടായാൽ ക്വാഡ് സഖ്യത്തിലെ ഒരു പ്രതിനിധിയായ ഇന്ത്യ ജപ്പാൻ അനുകൂലമായ നിലപാട് എടുക്കുമോ എന്നുള്ള കാര്യം ഷീ ജിൻപിങ് ഉറ്റുനോക്കുന്നുണ്ട്. ഇന്ത്യയുമായിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാനെ പരോക്ഷമായി പിന്തുണച്ചു. എന്നതിനപ്പുറത്തേക്ക് പ്രത്യക്ഷമായിട്ട് ചൈന നിലപാടെടുത്തില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻ ശക്തിയാണ്. കൂടുതൽ കളിക്കാൻ പോയാൽ നമുക്കും പണി കിട്ടുമെന്നുള്ളൊരു ധാരണ ചൈനയ്ക്കുണ്ട്. വേറൊരു പണിയും കൂടെ നമ്മൾ അവിടെ കൊടുക്കുവാണ്. ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ മോദി പോയപ്പോ. അതായത് ബ്രഹ്മപുത്ര നദിക്ക് അടിയിൽ കൂടി റെയിൽ പാതയും അതുപോലെ തന്നെ റോഡും ഒരു പാലം. ജന്മത്ത് അതിലൂടെ സൈനിക വിമാനം പോയാൽ ചൈനയ്ക്ക് കണ്ടുപിടിക്കുക. അവരുടെ റഡാറിനും കഴിയില്ല, കപ്പലിനും കഴിയില്ല. ചൈനയുടെ ഈ സൂക്കേട് എന്ന് പറയുന്നത് കടലിൽ കൂടി മാത്രമല്ലല്ലോ, കരയിൽ കൂടിയുണ്ട്. ഇന്ത്യൻ അതിർത്തിയിലേക്ക് അരുണാചൽ പ്രദേശിന് അധിനിവേശം ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങളുണ്ട്. ഒരു എക്സ്പാൻഷനിസ്റ്റ് കൺട്രിയാണ് അതെന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. ഇപ്പൊ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.